ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പ്രാർത്ഥിച്ചതും അവിടുന്ന് പഠിപ്പിച്ചതുമനുസരിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. നല്ല ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ കാലയളവിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കുന്നു. അതുകൂടാതെ ഈശോ പിശാചി ബാധിതനെ സുഖപ്പെടുത്തുന്നുണ്ട്, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ പരസ്യ ജീവിതകാലത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈശോ പ്രവർത്തിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു അത്ഭുതമാണ് ഇപ്പോൾ ഈ സുവിശേഷ വായനയിലൂടെ നമ്മൾ ശ്രവിച്ചത്. ഈശോ കടലിനെ ശാസിച്ച് അതിനെ ശാന്തമാക്കുന്നു. ഈശോ പ്രവർത്തിച്ച ഈ അത്ഭുതങ്ങളിൽ മറ്റൊരത്ഭുതവും കണ്ടിട്ട് ജനം ഭയവിഹ്വലരാകുന്നില്ല. പക്ഷേ ഈശോ കടലിനെ ശാസിച്ച് ശാന്തമാക്കുന്ന ഈ അത്ഭുതം കണ്ടപ്പോൾ സുവിശേഷകൻ കുറിക്കുകയാണ്, ജനം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? അതേ പ്രിയമുള്ളവരെ, ഈശോ പ്രവർത്തിച്ച മറ്റ് ഒരത്ഭുതവും കണ്ടിട്ട് ജനങ്ങൾ ഭയപ്പെടുന്നില്ല. മറ്റൊരു അത്ഭുതങ്ങളും കണ്ട് ജനം അത്ഭുത സ്തബ്ധരാകുന്നില്ല. എന്നാൽ ഈശോ പ്രവർത്തിച്ച ഈ ഒരു അത്ഭുതം, കടലിനെ ശാസിച്ച് ശാന്തമാക്കുന്ന ഈ ഒരു അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ ജനം ഭയവിഹ്വലരാകുന്നു, അത്ഭുത സ്തബ്ധരാകുന്നു. അവർ വിസ്മയിച്ചു പോവുകയാണ്, എങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ഇത്ര വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന്. എന്തുകൊണ്ടാണ് മറ്റൊരു അത്ഭുതവും കണ്ടിട്ട് ഭയപ്പെടാത്ത ജനം, വിസ്മയപ്പെടാത്ത ജനം ഈ ഒരു അത്ഭുതം മാത്രം കണ്ട് ഭയപ്പെട്ടുവെന്ന് സുവിശേഷകൻ കുറിച്ചു വയ്ക്കുന്നത്? ഇതിനൊരു കാരണമുണ്ട്. കടലിനെ ശാന്തമാക്കുന്ന ഈ ഒരു അത്ഭുതത്തിലൂടെ താൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന സത്യമാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതെ, ഈശോ മറ്റത്ഭുതങ്ങളിലൂടെയൊന്നും താൻ ദൈവപുത്രനാണ് എന്ന് സമർത്ഥിക്കുന്നില്ല. പക്ഷേ കടലിനെ ശാസിച്ച് ശാന്തമാക്കുന്നതിലൂടെ ഈശോ ഈ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുന്ന യഹൂദ സദസ്സിന് പകർന്നു നൽകുന്നൊരു സന്ദേശം ഇതാണ്, ഞാൻ ദൈവമാണ്, താൻ ദൈവപുത്രനാണ്. നമ്മൾ സാധാരണക്കാരായ മലയാളികൾക്ക് ഇത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകണമെന്നില്ല. എന്നാൽ യേശുവിൻ്റെ സമകാലികരായ അന്നത്തെ യഹൂദജനം, അവർ ഈ ഒരു അത്ഭുതം കണ്ടപ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയത് ദൈവത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ്. കാരണം ദൈവത്തിന് മാത്രമാണ് കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ ശക്തിയുള്ളത് എന്ന് മനസ്സിലായിരുന്നു അവർക്ക്. അപ്പോൾ ഈശോ പ്രകൃതി ശക്തികൾക്ക് മേൽ ഉള്ള തനിക്കുള്ള അധികാരം വെളിപ്പെടുത്തിയപ്പോൾ, അതിനെ ആജ്ഞാപിച്ച് പ്രകൃതി ശക്തികളെ നിലയ്ക്ക് നിർത്തിയപ്പോൾ ജനം അത്ഭുതപ്പെടുന്നു. കാരണം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണ്, ഈ മനുഷ്യൻ്റെ സാധാരണക്കാരനല്ല, ഇവൻ ദൈവമാകാം, ഒരുപക്ഷെ ദൈവപുത്രനാകാം.
പക്ഷേ ചോദ്യം ഇതാണ്, പ്രകൃതി ശക്തികൾക്ക് മേൽ അധികാരം പ്രകടിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ദൈവമാകണമെന്നുണ്ടോ? തീർച്ചയായും ആകണമെന്നില്ല. കാരണം പഴയ നിയമത്തിൽ അങ്ങിങ്ങായി അത്ഭുതങ്ങൾ, അതായത് പ്രകൃതി ശക്തികൾക്ക് മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ചില യഹൂദരെ കാണുവാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനിയാണ് മോശ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. നമുക്കറിയാം, ചെങ്കടൽ കുറുകെ കടക്കുവാനായിട്ട് യഹൂദജനം മോശയ്ക്ക് പിന്നാലെ വരുമ്പോൾ മോശ കൈനീട്ടുന്നു, ചെങ്കടൽ രണ്ടായി പിളർന്ന് ഭാഗിക്കുന്നു. അതിന് മധ്യത്തിലൂടെയാണ് ജനം പിന്നീട് കടന്നു നീങ്ങുന്നത്. അപ്പോൾ മോശയും ഒരു വിധത്തിൽ പറഞ്ഞാൽ കടലിനെ ശാന്തമാക്കിയിട്ടുണ്ട്. പ്രകൃതി ശക്തികൾക്ക് മേൽ തൻ്റെ അധികാരം ദൈവത്തോട് വിളിച്ച് ചോദിച്ച് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ മോശയെ നമ്മൾ ദൈവമെന്നോ ദൈവപുത്രനെന്നോ വിളിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടുമില്ല. ഇനി മറ്റൊരു ഉദാഹരണം ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനമാണ്. അവിടെ ജോഷുവയുടെ പുരോഹിതന്മാർ അവർ ജോർദാൻ നദിക്ക് സമീപത്തെത്തുന്നു. അവരുടെ പാദസ്പർശമേക്കുമ്പോൾ ജോർദാൻ നദിയും ഇതുപോലെ രണ്ടായിട്ട് പിളരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ജോഷുവയെയോ ജോഷുവയുടെ പുരോഹിതന്മാരെയോ നമ്മൾ ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രരാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടുമില്ല. മറ്റൊരു ഉദാഹരണം നമ്മൾ കാണുന്നത്, അതായത് പ്രകൃതി ശക്തികൾക്ക് മേൽ സാധാരണ മനുഷ്യർ പ്രവർത്തിക്കുന്ന അത്ഭുതം നമ്മൾ കാണുന്നത് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലാണ്. അവിടെ കരുത്തനും സുശക്തനുമായ ഏലിയ പ്രവാചകൻ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഏലിയായുടെ പ്രാർത്ഥന വഴിയായിട്ട് ആ നാട്ടിൽ നിലനിന്നിരുന്ന കൊടും വരൾച്ച ശമിക്കുന്നു. അവിടെയും പ്രകൃതിക്ക് മേൽ മനുഷ്യൻ്റെ അത്ഭുത പ്രവർത്തനമാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ 3 പേരും, മോശയാകട്ടെ, ജോഷുവയും പുരോഹിതരുമാകട്ടെ, ഏലിയായാകട്ടെ, ഇവർ 3 ദൈവമല്ല. ഇവരെ 3 പേരെയും നമ്മൾ ദൈവപുത്രരെന്ന് വിളിക്കുക പോലും ചെയ്യാറില്ല. എന്നാൽ യേശു ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. യേശു പ്രകടിപ്പിക്കുന്നത് മറ്റൊരു സത്യമാണ്, മറ്റൊരു അത്ഭുതമാണ്. ഇത് വെറുമൊരു ശക്തി പ്രകടനം മാത്രമല്ല, ഇത് വെറുമൊരു ബാഹ്യമായ ഷോ മാത്രമല്ല. പകരം യഹൂദ ലിഖിതങ്ങളുടെ പശ്ചാത്തലത്തിൽ യേശു കടലിനെ ശാന്തമാക്കുന്ന ഈ രംഗം നമ്മളൊന്ന് വായിച്ചെടുത്തു കഴിഞ്ഞാൽ യേശു തീർച്ചയായും ദൈവമാണ്, ദൈവപുത്രനാണ് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകും. കാരണം യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മാത്രമാണ് കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ കഴിവുള്ളത്. ദൈവമായിരിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ പ്രാപഞ്ചിക ശക്തികളുടെ മേൽ, ഏറെ പ്രത്യേകിച്ച് യഹൂദരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് അവർ കരുതിയിരുന്നത് കാറ്റും കടലുമായിരുന്നു. അപ്പോൾ കാറ്റിൻ്റെയും കടലിൻ്റെയും മേൽ ശക്തിയുള്ളവൻ ഏകനാണ്, അത് ദൈവം മാത്രമാണ്. മോശയ്ക്കോ ജോഷുവയ്ക്കോ ജോഷുവയുടെ പുരോഹിതന്മാർക്കോ ഏലിയായ്ക്കോ പോലും കാറ്റിനെയും കടലിനെയും ശാസിച്ച് അതിൻ്റെ ക്ഷോഭം ശമിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈശോയെ കൊണ്ട് കഴിയുന്നു. അതാണ് ഇവിടുത്തെ പ്രസക്തി, പ്രാധാന്യമെന്ന് പറയുന്നത്. അപ്പോൾ യഹൂദജനം ഈശോ പ്രവർത്തിക്കുന്ന ഈ ഒരു അത്ഭുതം, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്ന കടലിനെ ശാന്തമാക്കുന്ന രംഗം കണ്ടു കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരുകയാണ്. ദൈവമേ, ഇത് അങ്ങ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതമല്ലേ? ദൈവമേ, ഇത് അങ്ങ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതമല്ലേ? എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനായ യേശുവിനെ കൊണ്ട്, ഞങ്ങളിൽ ഒരാളായ യേശുവിനെ കൊണ്ട് ഇത് സാധിക്കുന്നത്? അതാണ് അവരുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം. അപ്പോൾ പഴയ നിയമത്തിൽ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നവൻ ദൈവമാണ് എന്ന് നമ്മൾ പലയിടങ്ങളിലായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. ഒന്നാമതായി ജോബിൻ്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 11-12 തിരുവചനങ്ങളിൽ, ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു, അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി, തൻ്റെ ജ്ഞാനത്താൽ റാഹാബിനെ അവിടുന്ന് തകർത്ത് കളഞ്ഞു. നമ്മളിവിടെ കാണുന്നത് പഴയ നിയമത്തിലെ ജോബിൻ്റെ പുസ്തകത്തിൽ ദൈവം ശാസിക്കുന്നു, സമുദ്രം നിശ്ചലമായിട്ട് മാറുന്നു. അതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇതൊരു പ്രവാചകനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, ഒരു മജീഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു വസ്തുതയാണ്.
കാറ്റിനെയും കടലിനെയും സമുദ്രത്തെയും ഒക്കെ ശാസിച്ച് അതിൻ്റെ ക്ഷോഭം ശമിപ്പിക്കുക എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ 107 സങ്കീർത്തനത്തിൻ്റെ 29 തിരുവചനത്തിൽ വായിക്കുന്നു, അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, അവിടുന്ന് തിരമാലകൾ ശമിപ്പിച്ചു. നോക്കുക, ജോഷുവ അങ്ങനെ ചെയ്യുന്നില്ല, ഏലിയ അങ്ങനെ ചെയ്യുന്നില്ല. പ്രവാചകന്മാരാരും കൊടുങ്കാറ്റിനെയും സമുദ്രത്തെയും ശാസിച്ച് ശമിപ്പിക്കുന്നില്ല, ശാന്തമാക്കുന്നില്ല. അത് ചെയ്തത് ദൈവം മാത്രമാണ്. അപ്പോൾ ദൈവപ്രകൃതിയുടെ ഒരു ലക്ഷണമാണ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുക എന്ന് പറയുന്നത്. പ്രകൃതിയിലെ എല്ലാ ശക്തികളും ദൈവത്തെ അനുസരിക്കുന്നു. അത് തിന്മയുടെ ശക്തിയായിക്കൊള്ളട്ടെ, പ്രാപഞ്ചിക ശക്തികളായിക്കൊള്ളട്ടെ, ക്ഷുദ്രശക്തികളായിക്കൊള്ളട്ടെ, ഏത് തരം ശക്തിയുമായിക്കൊള്ളട്ടെ, എല്ലാം ദൈവത്തിൻ്റെ കീഴിലാണ്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് എന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. വീണ്ടും 104 സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ ദൈവം വീണ്ടും കാറ്റിനെയും കടലിനെയും തൻ്റെ ദൂതന്മാരായിട്ട്, തൻ്റെ ദാസന്മാരായിട്ടാണ് കരുതുന്നത്. 104 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ രസകരമായ സിംബോളിസംസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നവനാണ്. നമുക്കറിയാം, ദൈവം കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കണമെങ്കിൽ ദൈവം കാറ്റിനേക്കാൾ ഉയർന്നിരിക്കണം. തൻ്റെ അധീനതയിലാണ് കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റിനെ തൻ്റെ അധീനതയിൽ ദൈവം കരുതുകയാണ്. വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, കാറ്റുകളെ ദൈവം തൻ്റെ ദൂതന്മാരാക്കി മാറ്റുന്നു 104 സങ്കീർത്തനത്തിൽ. അപ്പോൾ ദൈവത്തേക്കാൾ കീഴിലാണ് ഈ പ്രപഞ്ചിക ശക്തികളൊക്കെയും. വീണ്ടും നമ്മൾ വായിക്കുന്നു, സമുദ്രത്തെ അവിടുന്ന് ശാസിക്കുന്നു. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ നിന്നും 3 തിരുവചനങ്ങൾ നമ്മളിപ്പോൾ കേട്ടത്. 104 സങ്കീർത്തനം, 107 സങ്കീർത്തനം, അതുപോലെ തന്നെ ജോബിൻ്റെ പുസ്തകം 26 അധ്യായം 11, 12 തിരുവചനങ്ങൾ. ഇവിടെയൊക്കെയും നമ്മൾ കാണുന്നത് ദൈവത്തിന് മാത്രമാണ് കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ കഴിയുന്നത്. മറ്റൊരു പ്രവാചകനും മറ്റൊരു യഹൂദ മതപണ്ഡിതനും മറ്റൊരു മാജിക്കുകാരനും സാധിക്കാത്ത കരുത്തും ശക്തിയുമാണ് ദൈവത്തിനുള്ളത്. എങ്കിൽ മാർക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായത്തിൽ 41 തിരുവചനത്തിൽ ഈശോയും അതേ അത്ഭുതം പ്രകടിപ്പിക്കുമ്പോൾ ജനം വിസ്മയഭരിതരാകുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടുവൊന്നും വേണ്ട. കാരണം അവർക്കറിയാം, കാറ്റിനെ ശാന്തമാക്കുന്നത് ദൈവം മാത്രമാണ്. അപ്പോൾ ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളിൽ വെറുമൊരു സാധാരണ ഒരെണ്ണമായിട്ട് കരുതേണ്ട ഒന്നല്ല ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഈ ഒരു രംഗം. അവിടെ ഈശോ താൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് ശക്തിയുക്തം സമർത്ഥിക്കുന്നു, ശക്തിയുക്തം വാദിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇതാണ്, ഈശോ തൻ്റെ ശക്തി കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾ കൊണ്ട് നേരിട്ടാണ് കാറ്റിനെയും കടലിനെയും ശമിപ്പിക്കുന്നത്, അല്ലേ? ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന മാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇത് അങ്ങയുടെ ഹിതമെങ്കിൽ അങ്ങ് ഇവരെ പോറ്റണം, ഇവർക്ക് ഭക്ഷണം നൽകണമേ. ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത്. പക്ഷേ കാറ്റിനെയും കടലിനെയും ശമിപ്പിക്കുന്ന, ശാന്തമാക്കുന്ന ഈ ഒരു വചനഭാഗത്തിൽ ഈശോ നേരിട്ടാണ് കടലിനോട് പറയുന്നത്, അടങ്ങുക, ശാന്തമാവുക എന്ന്. അതിനർത്ഥം അവൻ ദൈവമാണ്, അല്ലേ? അവന് മറ്റൊരു വ്യക്തിയുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല, പിതാവിനോട് പെർമിഷൻ ചോദിക്കുന്നൊന്നുമില്ല. പക്ഷെ നേരിട്ട് പറയുകയാണ്, അടങ്ങുക, ശാന്തമാവുക. അല്ലാതെ പിതാവേ അങ്ങ് ഈ കടലിനെ ശാന്തമാക്കണമേ എന്ന് ഈശോ അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. മറിച്ച് ഈശോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സണിലാണ് പറയുന്നത്, ബി സ്റ്റിൽ, നീ അടങ്ങുക, ശാന്തമാവുക. അപ്പോൾ പ്രാപഞ്ചികമായ എല്ലാ ശക്തികളും ക്രിസ്തുവിൻ്റെ ഭരണത്തിന് കീഴിലാണ്, ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും യേശുവിൻ്റെ അധീനതയിലാണ് എന്നുള്ള സത്യമാണ്, യാഥാർത്ഥ്യമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ യഹൂദ സദസ്സ് ആശ്ചര്യപ്പെട്ട് പറയുകയാണ്, ഇവൻ ദൈവമായിരിക്കാം ഒരുപക്ഷെ, കാരണം ദൈവത്തിന് മാത്രമാണല്ലോ കാറ്റിനെയും കടലിനെയും ശാസിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയുന്നത്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, എന്താണ് ഈ തിരുവചനത്തിൻ്റെ പ്രസക്തി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ? യേശുവിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം
യേശുവിൻ്റെ ശക്തിയിൽ നമ്മളും അത്ഭുതചകിതരാകേണ്ടതിന് പകരം പലപ്പോഴും നമ്മൾ ഭയപ്പെട്ട് ജീവിക്കാറുണ്ട്. ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈശോ ശിഷ്യരോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അതെ, ഈശോ നമ്മോടും ഇന്ന് അതുതന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈശോ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? ഇന്ന് നമ്മുടെ ക്രൈസ്തവ ഭവനങ്ങളിൽ പലപ്പോഴും പലതിനെയും ഭയന്നാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനെയൊക്കെയോ നമ്മൾ ഭയപ്പെടുന്നു, ആരെയൊക്കെയോ നമ്മൾ ഭയപ്പെടുന്നു. ഈശോയെ മറന്ന്, ക്രിസ്തുവിനെ മറന്ന്, ഈശോയ്ക്ക് പ്രപഞ്ചത്തിലെ ഓരോ ശക്തികൾക്കും മേലുള്ള കരുത്തിനെയും പവറിനെയും മറന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോൾ വൈദികര ഞങ്ങളുടെ അടുത്ത് പരാതിയുമായിട്ട് പലരും വരാറുണ്ട്. അച്ഛാ, ആരോ ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തു, ആരോ എന്തോ തകിടോ മറ്റോ ഞങ്ങളുടെ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ശരിയാണ്, ഇത്തരം ശക്തികളുണ്ട്, ദുശക്തികളുണ്ട്, തിന്മയുടെ ശക്തികളുണ്ട്, പൈശാചികമായ പല ശക്തികളും ഈ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷേ അത് കണ്ട് ഭയപ്പെട്ട് ജീവിക്കേണ്ടവരാണോ ക്രൈസ്തവരെന്ന് പറയുന്നത്? നമുക്ക് ഈശോ ഇല്ലേ? നമുക്ക് ദൈവമില്ലേ? ത്രിത്വൈക ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി അത് നമ്മളെ വലയം ചെയ്യുന്നില്ലേ? വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മോടൊപ്പമില്ലേ? വിശുദ്ധ ജപമാലയുടെ ശക്തി നമ്മോടൊപ്പമില്ലേ? എന്തിനാണ് വിശ്വാസമില്ലാത്തവരെ പോലെ നമ്മൾ പെരുമാറുന്നത്? ക്രിസ്തുവിനേക്കാൾ വില കുറഞ്ഞ പലതിനെ കണ്ടും നമ്മൾ ഭയപ്പെടുന്നുണ്ട്. ക്രിസ്തുവിനേക്കാൾ ശക്തി കുറഞ്ഞ പലതിനെയും കണ്ട് നമ്മൾ ഞെട്ടിത്തരിക്കാറുണ്ട്. ചിലപ്പോൾ തമാശ തോന്നും, ചിലപ്പോൾ വിഷമം തോന്നും. ഒരു മുട്ട കണ്ടാൽ പോലും നമുക്ക് ഭയമാണല്ലേ? മുട്ടയ്ക്കുള്ളിൽ കൂടോത്രമുണ്ട്, മുട്ടയ്ക്കുള്ളിൽ പിശാചുണ്ട്. നിന്റെ ദൈവത്തെ എന്തുകൊണ്ട് നീ കണ്ണു തുറന്ന് കാണുന്നില്ല? ഇത്തരം കോഴിമുട്ടകളും ഇത്തരം തകിടുകളും എന്തെങ്കിലും മന്ത്രച്ചരടുകളും ഒക്കെ കണ്ട് ഭയപ്പെടേണ്ടവരാണോ ക്രൈസ്തവരെന്ന് പറയുന്നത്? നമ്മുടെ വിശുദ്ധ ബലിയർപ്പണത്തിന് ശക്തിയില്ലേ? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് ശക്തിയില്ലേ? വിശുദ്ധ ജലത്തിൻ്റെ ശക്തി നമ്മൾ മറന്നു പോകുന്നുണ്ടോ? വൈദികർ വന്ന് നമ്മുടെ ഭവനങ്ങളെ വെഞ്ചരിക്കാറില്ലേ? ഏതിനാണ് ശക്തി കൂടുതൽ? ഇത്തരം മന്ത്ര ഉച്ചാരണങ്ങൾക്കാണോ? ഇത്തരം കോഴിമുട്ടകൾക്കും കൂടോത്രങ്ങൾക്കുമാണ് ശക്തിയുള്ളത്? അതോ ഈ പ്രപഞ്ചത്തിലെ ഓരോ ശക്തികൾക്കും മേൽ കരുത്തും അധികാരവുമുള്ള ക്രിസ്തുവിനാണോ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പ്രാപഞ്ചികമായ ശക്തികൾക്ക് പിന്നാലെ പോയിട്ട് മുഹൂർത്തം നോക്കൽ, വാരഫലം നോക്കൽ, നക്ഷത്രഫലം എന്നിങ്ങനെ പലതിൻ്റെയും പിന്നാലെ പോകാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു വികാരിച്ചൻ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഞങ്ങളുടെ ഇടവകയിലൊരു പ്രശ്നമുണ്ട്. അവരൊരു വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് ആദ്യം മറ്റു വ്യക്തികളുടെ അടുത്ത് പോകും, അവിടെ ചെന്നിട്ട് മുഹൂർത്തം നോക്കും, കവടി നിരത്തി നോക്കും. ഇതിനൊക്കെ ശേഷമാണ് ഇടവക പള്ളിയിലേക്ക് വരുന്നത് എന്ന് ഞങ്ങൾ അച്ഛന്മാരോട് പറയും. അച്ഛാ, ഇന്ന ദിവസം നമുക്ക് കല്യാണം നടത്താം, വിവാഹം നടത്താമെന്ന്. ആദ്യം പോയിട്ട് ഈ പ്രാപഞ്ചിക ശക്തികൾക്ക് പിന്നാലെ അവർ പോകും, പ്രകൃതി ശക്തികൾക്ക് പിന്നാലെ. അവരെന്ത് പറയുന്നു? തിന്മയുടെ ശക്തികൾ എന്ന് പറയുന്നു. ആ തിന്മയുടെ ശക്തികളെ ഭയന്നാണ് ഇന്ന് പല ക്രൈസ്തവരും ജീവിച്ചു പോകുന്നത് എന്നുള്ളത് വളരെ വ്യസനകരമായൊരു സത്യമാണ്. അപ്പോൾ മുഹൂർത്തവും വാരഫലവും നക്ഷത്രഫലവും ഒക്കെ നോക്കി നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തിയെയാണ് നമ്മൾ ത്യജിച്ച് കളയുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തിയെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത്. ഓർക്കണം, കാറ്റിനെയും കടലിനെയും നിയന്ത്രിച്ച ദൈവത്തിന് എൻ്റെ ജീവിതത്തിൻ്റെയും മേൽ ശക്തിയുണ്ട്, അധികാരമുണ്ട്. എനിക്ക് ചുറ്റുമുള്ള, എൻ്റെ ഭവനത്തിന് ചുറ്റുമുള്ള, എൻ്റെ കുടുംബജീവിതത്തിന് ചുറ്റുമുള്ള എല്ലാ തരത്തിലുള്ള തിന്മയുടെ ശക്തികളെയും പാപത്തിൻ്റെ ശക്തികളെയും ഒക്കെ നിഹനിക്കുവാനുള്ള കരുത്തും ആധിപത്യവും എൻ്റെ ഈശോയ്ക്കുണ്ട്. ക്രിസ്തുവിനെ അടുത്തറിയാത്തതാണ് ഇതിൻ്റെ വലിയ പ്രശ്നം. ക്രിസ്തുവിനെ അടുത്തറിയുന്ന വ്യക്തികളുണ്ടല്ലോ, തിരുവചനം വായിക്കുന്നതിലൂടെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ, നല്ല ധ്യാനങ്ങൾ കൂടുന്നതിലൂടെ, നിരന്തരം വിശുദ്ധ ബലിയർപ്പണത്തിൽ ഇടവക ദേവാലയത്തിൽ പോയി സജീവമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തികൾക്ക്, ഇത്തരം വ്യക്തികൾക്കൊന്നും ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികളെക്കുറിച്ചുള്ള ഭയമോ ആശങ്കകളോ ഒന്നുമില്ല. നമുക്ക് ഈശോയുടെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ബലിയിൽ യോഗ്യതയോടുകൂടി പങ്കെടുക്കണം, കുമ്പസാരിക്കണം, പാപങ്ങൾ ഏറ്റുപറയണം, ക്രിസ്തുവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് നിൽക്കണം, നല്ല കുടുംബജീവിതം നയിക്കണം. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ ഇത്തരം ക്ഷുദ്രശക്തികൾ, ആ ശക്തി, അഴുക്കിൻ്റെ ശക്തി, ഈ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനേക്കാൾ വില കുറഞ്ഞ പലതിനെയും ഭയപ്പെടുന്നു. ക്രിസ്തുവിനേക്കാൾ ശേഷിയും ശക്തിയും കുറഞ്ഞ പലതിലും നമ്മൾ ആശയർപ്പിച്ച്, വിശ്വാസം അർപ്പിച്ച് നമ്മൾ ജീവിച്ചു പോവുകയും ചെയ്യുന്നു. ഏക സത്യ ദൈവമായിട്ട് ക്രിസ്തുവിനെ ആരാധിക്കാത്തതാണ് പലപ്പോഴും നമ്മുടെ പ്രശ്നം.
ഒന്നാം ദൈവകൽപ്പനയുടെ പരസ്യമായ ലംഘനമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം. ദൈവത്തെക്കാൾ ഏറെ, ഈശോയേക്കാൾ ഏറെ ശക്തിയുള്ള മറ്റു പലതും ഇന്ന് ഈ ലോകത്തിലുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവരായ നമ്മിൽ പലരും. എന്നാൽ ഈ സുവിശേഷ ഭാഗം ഈശോ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ ഒരു സത്യമാണ്: എൻ്റെ ഈശോ സർവശക്തനാണ്, എൻ്റെ ഈശോ സർവശക്തനായ ദൈവമാണ്, അവിടുന്ന് ദൈവപുത്രനാണ്. എന്നെ വലയം ചെയ്യുന്ന, എനിക്ക് ചുറ്റുമുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും, എല്ലാ പാപശക്തികളെയും, എല്ലാ പൈശാചികമായ ശക്തികളെയും ബഹിഷ്കരിക്കുവാൻ മാത്രം കെൽപ്പും കഴിവും ആധിപത്യവും എൻ്റെ ക്രിസ്തുവിനുണ്ട്, എൻ്റെ ദൈവത്തിനുണ്ട്. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ബോധ്യം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. ഈശോയേറെ സ്നേഹമുള്ളവരെ, ഇപ്പോൾ വായിച്ചു കേട്ട ഒരു സുവിശേഷ ഭാഗം, അതായത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള ഈ തിരുവചന ഭാഗത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗം കൂടിയുണ്ട്. അതിപ്രകാരമാണ്: യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഈശോ എന്താ ചെയ്യുന്നത്? അമരത്ത് തലയണ വെച്ച് നല്ല ഗാഠനിദ്രയിലാണ്. എന്താണ് ഇത് വെളിപ്പെടുത്തുന്നറിയാമോ? ഈശോ 100% മനുഷ്യനുമായിരുന്നു എന്ന സത്യമാണ്. മനുഷ്യനായിരുന്നു. നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടു, ഈശോ കടലിനെ ശാസിച്ച് അതിനെ ശാന്തമാക്കുന്നു. അത് നമുക്ക് വെളിവാക്കി തരുന്നത് ഈശോ 100% ദൈവമാണ് എന്നുള്ള സത്യമാണെങ്കിൽ, ആ അമരത്ത് തലവെച്ച് സുഖനിദ്രയിലായിരിക്കുന്ന ഈശോ അവിടുന്ന് 100% മനുഷ്യനുമാണ്. ഒരു ക്രിസ്തു ശാസ്ത്രമാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. എന്താണ് ക്രിസ്തു? ആരാണ് ക്രിസ്തു? ക്രിസ്തു ആരാണ്, എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: അവിടുന്ന് 100% ദൈവവും 100% മനുഷ്യനുമാണ്. പലപ്പോഴും നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ നിന്നും പലതും കണ്ടു പഠിക്കുമ്പോൾ നമ്മൾ പറയുമോ, ഈശോ ദൈവമല്ലായിരുന്നോ? ഈശോ ദൈവപുത്രനല്ലായിരുന്നോ? ഈശോയെ കൊണ്ട് എല്ലാം സാധിക്കുമല്ലോ, ഈശോ ഒന്നുമല്ലെങ്കിലും ദൈവത്തിൻ്റെ പുത്രനല്ലേ, ദൈവത്തിൻ്റെ സ്വന്തം ആളല്ലേ. പക്ഷെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്: ഈശോ 100% ദൈവമാണ്, പക്ഷെ അതേ സമയം തന്നെ മനുഷ്യാവതാരത്തിൽ ഈശോ 100% മനുഷ്യനുമായിരുന്നു. മാനുഷികമായ എല്ലാ തരത്തിലുള്ള വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ഈശോയും കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, എൻ്റെ വേദനകൾ മനസ്സിലാക്കുവാൻ എൻ്റെ ഈശോയെ കൊണ്ട് കഴിയും, എൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാൻ എൻ്റെ ഈശോയെ കൊണ്ട് കഴിയും, എൻ്റെ ജീവിതത്തിൽ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ അതിനെ ശാന്തമാക്കുവാൻ എൻ്റെ ഈശോയെ കൊണ്ട് സാധിക്കും. ഈ തിരിച്ചറിവ് നമ്മെ വഴി നടത്തട്ടെ. വിശ്വാസത്തിൽ വളരുവാനും ക്രൈസ്തവ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനും നമ്മളെ കൊണ്ട് കഴിയട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ഈശോയെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ അങ്ങ് എൻ്റെ ജീവിതത്തിലെ കാറ്റും കോളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ അങ്ങ് ശാന്തമാക്കണമേ. പലപ്പോഴും വിശ്വാസക്കുറവ് മൂലം ഞാൻ അങ്ങേക്കാൾ വില കുറഞ്ഞ, അങ്ങേക്കാൾ ശക്തി കുറഞ്ഞ പല തിന്മയുടെ ശക്തികളുടെയും പിന്നാലെ പോകാറുണ്ട്. ക്ഷുദ്രശക്തികളെ ഭയന്ന് ജീവിക്കുവാറുണ്ട്. മറ്റു പലതും ദൈവമാണ് എന്ന് കരുതി അതിനെ ഭയപ്പെട്ട് അതിൽ വിശ്വസിച്ച് ജീവിക്കാറുണ്ട്. ഈശോയെ, അങ്ങിൽ മാത്രം ആശ്രയിക്കുവാനും ഏകസത്യ ദൈവമായ അങ്ങേ മാത്രം ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാനുമുള്ള കൃപ എനിക്ക് നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ദാനങ്ങളാലും അവിടുത്തെ ഫലങ്ങളാലും എന്നെ നിറയ്ക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.